ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനഘോഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ള ആളുകൾക്ക് ആശ്വാസമായി മാറണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് താല്പര്യപ്പെടുന്നത്. ഇന്ന് നമ്മോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കിടാനെത്തിയിരിക്കുന്നത് ബഹ്റിൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വിശുദ്ധ ബൈബിൾ വായിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരനുഗ്രഹീത കർത്തുദാസനാണ് സോമൻ ബേബി അവറുകൾ. അദ്ദേഹം ബഹ്റിനിൽ നിറക്കുന്ന ഏറ്റവും വലിയ വായനക്കാരുള്ള അവിടുത്തെ പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ കൂടിയാണ്. വേൾഡ് മലയാളി ഗ്ലോബൽ പ്രസിഡന്റ് പദവി അലങ്കരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ, ലോകത്തിൻ്റെ പല പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാരെ അടക്കമുള്ളവരെ ഇൻ്റർവ്യൂ ചെയ്യുവാൻ അപൂർവമായ ദൈവകൃപ ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം. ആയിരക്കണക്കിന് പ്രവാസികൾ ഗൾഫ് നാടുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തനാണ് പ്രിയപ്പെട്ട സോമൻ ബേബി അങ്കിൾ. താങ്കളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണല്ലോ അവിടുത്തെ രാജാവുമായിട്ടുള്ള അഭേദ്യമായൊരു ബന്ധം. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കാനുള്ള അപൂർവമായ ഭാഗ്യം അങ്ങയ്ക്ക് മാത്രമല്ല, പിന്നെ വന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ അങ്ങയുടെ മകൾക്കും ദൈവവചനം വായിക്കാനുള്ള അപൂർവ ഭാഗ്യം സിദ്ധിച്ചു. എങ്ങനെയാണ് ഈ അനുഭവം കൈവന്നത്? ദൈവകൃപ ഒന്ന് മാത്രമാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. ഞാൻ ബഹ്റൈനിലായിട്ടിപ്പോൾ 37 വർഷമായി. അതിനു മുമ്പ് മലയാള മനോരമയിലായിരുന്നു 5 വർഷം. 1978 ഞാൻ ബഹ്റൈനിലെത്തുന്നു. ഗൾഫ് ഡെയിലി ന്യൂസ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായി. ഒടുവിൽ 5-6 വർഷം മുമ്പ് സ്വന്തമായി ഞാനും എൻ്റെ സ്നേഹിതനും കൂടെ ഒരു പത്രം ഏറ്റെടുത്ത് ഡെയിലി ട്രിബ്യൂൺ എന്ന പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ആണ് ദൈവം എന്നെ അങ്ങോട്ട് അയച്ചത് എന്ന് ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ത് പ്രയോജനം? യേശുക്രിസ്തു എത്രയോ അർത്ഥമുള്ള ഒരു കാര്യമാണ്. ഉപ്പിന് കാരമില്ലാതെ പോയാൽ അത് തന്നെയാണ് നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ദൈവം നമുക്കൊരു അവസരം തരികയാണ്. ഉപ്പിൻ്റെ പല ഗുണങ്ങളെപ്പറ്റി പാസ്റ്റർ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു ഗുണം രുചി വരുത്തുന്നു സാധനങ്ങൾക്ക്. അത് കൂടാതെ മുറിവുണക്കുവാൻ പോലും ഉപ്പിന് കഴിയും. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യം ബഹ്റൈൻ ഒരു കൊച്ചു ഗൾഫ് രാജ്യമാണ്. ഏറ്റവും അധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഗൾഫ് രാജ്യമാണ്. പക്ഷെ അവിടെയും ജീവിതത്തിൻ്റെ മുറിവുകളുമായിട്ട് കഴിയുന്ന അനേകായിരങ്ങളുണ്ട്. ലേബർ ക്യാമ്പുകളിലൊക്കെ കഷ്ടപ്പെടുന്നവർ, വേദനിക്കുന്നവർ, സ്പോൺസറുമായിട്ട് പ്രശ്നം കാരണം മടങ്ങി വരാൻ കഴിയാതിരിക്കുന്നവർ, രോഗികളായിട്ട് കിടക്കുന്നവർ, അങ്ങനെ ഒരുപാട് സഹോദരിമാരൊക്കെ അവരുടെ ജീവിതത്തിലെ മുറിവുകളെ കുറച്ചെങ്കിലും ഉണക്കുവാൻ ദൈവമേ എനിക്ക് കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ആരംഭിക്കും. അതിന് ഒരുപാട് അവസരങ്ങൾ ദൈവം തന്നു, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ബഹ്റിലൊക്കെ വന്ന സമയങ്ങളിൽ സോൻ ബേബി അങ്കിളിനെ കുറിച്ച് കേട്ടതിങ്ങനെയാണ്. അവിടെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാൽ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നെത്തുന്ന VIPസിനെ അവിടുത്തെ പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും സ്വീകരിപ്പാൻ അവിടുത്തെ രാജാവിനൊപ്പം കടന്നു പോകത്തക്ക നിലയിൽ, അതുപോലെ അവരെ ഇൻ്റർവ്യൂ ചെയ്യത്തക്ക നിലയിലുള്ള അപൂർവമായ അനുഭവങ്ങൾ അങ്ങയ്ക്ക് ദൈവം നൽകിയെന്ന് പല ആളുകളും എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അനുഭവങ്ങൾ എങ്ങനെയാണ് സ്വായത്തമാക്കിയത്? ഇല്ല, അത് ഒരു വലിയ പദവിയായിട്ടൊന്നും ഞാനത് കാണുന്നില്ല. കാരണം അവിടുത്തെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ അങ്ങനെ കിട്ടാറുണ്ട്.
രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. രാജാവ്, പ്രധാനമന്ത്രി, ക്രൗൺ പ്രിൻസൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവരോടൊപ്പം യാത്ര ചെയ്യുവാനൊക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. അവരെ ഇന്ത്യ സന്ദർശിച്ച അവസരങ്ങളിലെല്ലാം അവരോടൊപ്പം യാത്ര ചെയ്യുവാൻ അവർ 3 പേരും, രാജാവും, പ്രധാനമന്ത്രിയും, ക്രൗൺ പ്രിൻസും. ഒടുവിൽ ക്രൗൺ പ്രിൻസ് കേരളത്തിൽ വന്നപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുവാൻ അവസരം കിട്ടി. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എങ്ങനെ നിറവേറ്റാം, ശക്തമായി നിറവേറ്റാം എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ആണ് ഞാൻ 78 അവിടെ എത്തിയ സമയത്താണ് 81 അവിടുത്തെ അന്നത്തെ അമീർ, അതായത് രാജാവ്, ഇന്ത്യ ആദ്യമായി സന്ദർശിക്കുന്നത്. ഇന്ത്യയിൽ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് വരികയാണ്. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ കാരണം അന്ന് ആകെയുള്ള ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകൻ ഞാനാണ്. അവിടുത്തെ അന്നത്തെ പത്രത്തിൽ ഒരു സീനിയർ ഇന്ത്യൻ ജേർണലിസ്റ്റ് ഉള്ളതുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ എന്നെ നോമിനേറ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു ഭാഗ്യമെന്ന് പറയുന്നത്, അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇൻ്റർവ്യൂ ചെയ്യുവാൻ എനിക്ക് അന്നൊരു അവസരം കിട്ടി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻ്റർവ്യൂസിലൊന്ന് അതാണ്. അതിനുശേഷം അനേക ലോക നേതാക്കളെ, നെൽസൺ മണ്ടേല ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ, നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അതിനു മുമ്പ് ഡോക്ടർ മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി, ഡോക്ടർ APJ അബ്ദുൽ കലാം, അങ്ങനെയുള്ള മിക്ക പ്രമുഖ നേതാക്കന്മാരെയും ഇൻ്റർവ്യൂ ചെയ്യുവാൻ എനിക്ക് അതിനുശേഷം അവസരങ്ങൾ കിട്ടി. അപ്പം ഞാനിത് പറയുവാൻ കാരണം, അവിടെ അന്ന് ഇന്ദിരാഗാന്ധി ഇൻ്റർവ്യൂ ചെയ്ത് അതിനുശേഷം രാജാവുമായിട്ട്, അന്നത്തെ രാജാവുമായിട്ട് കൂടുതൽ അടുക്കുവാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, അദ്ദേഹം എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ജനങ്ങളെ കാണാറുണ്ട്. എല്ലാവരെയും അല്ലെങ്കിൽ കുറേ ആൾക്കാരെ, സെലക്റ്റഡ് ആൾക്കാരെ കാണാറുണ്ട്. ആ മജ്ലിസിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, മുടങ്ങാതെ വരണമെന്ന് പറഞ്ഞു. ഞാൻ അതിന് ശേഷം ഒരിക്കലും മുടക്കം വരുത്താതെ ഞാൻ അദ്ദേഹത്തെ കാണുവാൻ പോവുകയും അദ്ദേഹത്തിൻ്റെ സ്നേഹം സമ്പാദിക്കുകയൊക്കെ ചെയ്യും. അദ്ദേഹത്തിന് എന്നെ അത്ര ഇഷ്ടമായിരുന്നു. അങ്ങനെ വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ഏതാണ്ട് 1999 അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനു മുമ്പ് ഒരിക്കൽ ഞാൻ ഈ തുടർച്ചയായിട്ട് അവിടെ പോയിക്കൊണ്ടെന്ന എനിക്ക് 2 മാസം അവിടെ പോകാൻ കഴിഞ്ഞില്ല. എൻ്റെ കാരണം എനിക്ക് കണ്ണിനൊരു അസുഖമുണ്ടായി. ഒരു റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ എന്ന് പറഞ്ഞ അസുഖമായിരുന്നു. അപ്പോൾ ആ അസുഖം കാരണം എനിക്ക് പോകാൻ പറ്റില്ല. പല ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. ആ ട്രീറ്റ്മെൻറ്റിലൊക്കെ എനിക്ക് ഒരു കാര്യമായ സൗഖ്യമൊന്നും വന്നില്ല. പക്ഷേ അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതെനിക്ക് ദൈവം ഒരവസരം തന്നതായി ഞാൻ മനസ്സിലാക്കി. കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ, ദൈവത്തെ കൂടുതൽ അടുക്കുവാൻ, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ അവസരം കിട്ടി. ഞങ്ങൾ കൂട്ടമായിരുന്നു പ്രാർത്ഥനയിലൂടെയാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്. കാരണം അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പെർട്ടായ ഡോക്ടറെ കാണാൻ അമേരിക്കയിലെ അയോവ യൂണിവേഴ്സിറ്റി വരെ പോയി. അദ്ദേഹം എല്ലാം നോക്കിയിട്ട് പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല. അതിനിടയിലാണ് ഈ അമീറിനെ കാണുവാൻ വീണ്ടും എനിക്കൊരു അവസരം കിട്ടുന്നത്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എവിടെയായിരുന്നു 2 മാസം? അപ്പോൾ അദ്ദേഹം ഓരോന്നും നോക്കി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് കണ്ണിന് ചെറിയ അസുഖമുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. എന്താ അസുഖം? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ദൈവം സൗഖ്യമാക്കി, അത് പറ്റില്ല, ഐ വാണ്ട് ടു സീ യു എന്ന് പറഞ്ഞ് മന്ത്രിമാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ വിളിച്ച് എന്നെ മാറ്റി അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് മാറ്റിയിരുത്തി കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എന്താണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെറിയ അസുഖം ഉണ്ടായി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു, പിന്നെ പ്രാർത്ഥനയിലൂടെ സൗഖ്യമായി. പിന്നെ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ശരി, പക്ഷേ ഞാൻ ലോകത്ത് എവിടെ വേണേലും ഞാൻ നിങ്ങളെ അയക്കും, എവിടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട്, യു ആർ ലൈക്ക് മൈ സൺ. അദ്ദേഹത്തിൻ്റെ പേര് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ അൽ ഖലീഫ. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, പിന്നെ എന്ത് വേണം? അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വിശുദ്ധ ബൈബിളിൻ്റെ ചെറിയ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു, ന്യൂ ടെസ്റ്റ്മെൻറ്റും സാംസും ഉള്ള. ഞാൻ പറഞ്ഞു, എനിക്ക് ഫ്യൂ ലൈൻസ് ഫ്രം ദ ബൈബിൾ വായിക്കുവാൻ അങ്ങ് അവസരം തരുമോ? അദ്ദേഹത്തിന് വലിയ സന്തോഷമായിട്ട് പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തു. 21-ാം സങ്കീർത്തനം ഞാൻ വായിച്ചു. യഹോവേ, രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. അതിൽ തുടങ്ങി. അത് അദ്ദേഹം മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടു. അതിനുശേഷം ഞാൻ പോയി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റം. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകൻ രാജാവാകുന്നത്, ഹിസ് മജസ്റ്റി ദ കിങ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ. അദ്ദേഹമായിട്ട് മറ്റു അമീറിൻ്റെ അത്രയും പരിചയമില്ലെങ്കിലും എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു അദ്ദേഹം ഗ്രൗണ്ട്. പക്ഷേ അതിനുശേഷം എനിക്കൊരു അവസരം കിട്ടി. അദ്ദേഹത്തെ അവിടുത്തെ ഹവാർ ഐലൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ സന്ദർശിക്കാൻ വന്നപ്പം ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ മകൾ, അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരുന്ന മകൾ നിഷ,
അവൾ അവിടുത്തെ ഷിക്കാഗോയിലെ അവൾ പഠിച്ചത് മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൾ കമ്മ്യൂണിക്കേഷൻസിൽ ഡിഗ്രി എടുക്കാൻ പഠിക്കുക. അപ്പോൾ അവിടെ പരേഡ് ഓഫ് നേഷൻസ് പറഞ്ഞ് അവിടെ പഠിക്കുന്ന വിദേശ കുട്ടികൾക്ക് അവതാത് രാജ്യങ്ങളിലെ ഫ്ലാഗും ക്യാരി ചെയ്തുകൊണ്ട് നടക്കണം പരേഡ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു ഫ്ലാഗ് അയച്ചു തരണം. സ്വാഭാവികമായിട്ടും അവൾ ഇന്ത്യക്കാരിയാണ്. അപ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് അയക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അവൾ വിളിച്ച് പറഞ്ഞു, അല്ല, എനിക്ക് ബഹ്റിൻ്റെ ഫ്ലാഗാണ് വേണ്ടത്. കാരണം ഞാൻ ബ്രോട്ടപ്പ് ഇൻ ബഹ്റൈൻ, അതുകൊണ്ട് എനിക്ക് എൻ്റെ രാജ്യം ബഹ്റിനാണ്. ഞാൻ കണ്ടത് മുഴുവൻ ബഹ്റിനാണ്, പഠിച്ചത് മുഴുവൻ ബഹ്റിൻ. അവസാനം ഞങ്ങളൊരു ബഹ്റിൻ്റെ ഫ്ലാഗ് കൊറിയർ വശം അയച്ചു കൊടുത്തു. അവൾ ആ ഫ്ലാഗ് ക്യാരി ചെയ്ത പരേഡിൽ പങ്കെടുത്ത ആ പടം ഞാൻ രാജാവിനെ കാണിച്ചു. രാജാവ് അങ്ങ് വളരെ സന്തോഷിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഐ വോണ്ട് ടു സീ ഹെർ. ഞാൻ പറഞ്ഞു, അവൾ അമേരിക്കയിലാണ്, അവൾ എപ്പോൾ വന്നാലും എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. അവൾ വന്നു, അവധിക്ക് വന്ന് അത്തെ ബഹ്റൈൻ ടെലിവിഷനിൽ അവളൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും രാജാവിനെ കാണാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ മോടെ കാര്യം ചെയ്യാൻ പറഞ്ഞു. അവൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നാളെ ഞാൻ ഐ വിൽ സീ ഹെർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു തിരക്കുള്ള രാജാവില്ല, അത് വെറുതെ പറയുകയാണെന്ന്. അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് ഫ്രാൻസിന് പോവാം. അന്ന് രാത്രി എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു സെക്രട്ടറി, ഒരു കേണൽ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ 2 മണിക്ക് രാജാവ് നിങ്ങളെ നിങ്ങളുടെ മോളെയും കാണും, ഞങ്ങൾ കാർ അയക്കുമെന്ന് പറഞ്ഞു. വീട്ടിൽ കാർ അയച്ചു. ഞാനും മോളും കൂടെ അവിടെ പോയി. ഇതുപോലെ നമ്മളിരിക്കുന്ന പോലെ 3 പേര്, ഞാനും രാജാവും മോളും മാത്രം. 40 മിനിറ്റ് ഞങ്ങൾ ചിലവഴിച്ചു. പല കാര്യങ്ങൾ, ലോകത്തിലെ കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഈ രാജ്യത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം, വിഷൻ, ഇതെല്ലാം ഷെയർ ചെയ്ത് മോളോട് പോകാൻ നേരത്തെ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ക്യാൻ ഐ റീഡ് എ ഫ്യൂ ലൈൻസ് ഫ്രം ദ ബൈബിൾ, എനിക്ക് ബൈബിൾ ഒന്ന് വായിക്കാൻ പറ്റും. അവളുടെ കയ്യിൽ ഞാൻ പറഞ്ഞിരുന്നു ബൈബിൾ ക്യാരി ചെയ്തോണം. അവളുടെ കയ്യിൽ നിന്ന് ചെറിയ ബൈബിള് അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു വായിക്കാൻ പറഞ്ഞു. അവൾ 72-ാം സങ്കീർത്തനം, ശലോമോൻ്റെ സങ്കീർത്തനം എടുത്തു. കാരണം ഞാൻ ദാവീദിൻ്റെ സങ്കീർത്തനം വായിച്ചതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, ഈ ശലോമോൻ്റെ സങ്കീർത്തനം, കാരണം അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോഴത്തെ രാജാവ്. അവൾ വായിച്ച് 72-ാം സങ്കീർത്തനം, യഹോവേ രാജാവിന് നിൻ്റെ നീതിയും രാജകുമാരന് നിൻ്റെ ന്യായവും നൽകണമേ എന്നുള്ളത്. അത് മുഴുവൻ വായിച്ച് കേട്ടു. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ അവിടെ നിന്ന് യാത്ര അയച്ചത്. അതിനുശേഷം എപ്പോൾ എന്നെ കണ്ടാലും മോടെ കാര്യം അദ്ദേഹം ചോദിക്കും എപ്പോഴും. അപ്പം ഞാനത് ഒരു വലിയ ദൈവനിയോഗമായിട്ടാണ് കാണുന്നത്. കാരണം അനേകർ ഗൾഫിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നു, അനേക ക്രിസ്ത്യാനികൾ ജോലി ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു ഒക്കെ എങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് കൊട്ടാരത്തിൽ ബൈബിൾ അവിടുത്തെ ഭരണാധികാരികളോട് വായിക്കുവാൻ അവസരം കിട്ടിയ 2 പേര് ഞാനും എൻ്റെ മകളുമാണെന്ന് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതിന് ദൈവം തന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഫറവോൻ്റെ കൊട്ടാരത്തിൽ ദൈവം യോസഫിനെ ഉയർത്തിയതുപോലെ ദൈവത്തിൻ്റെ കരസ്പർശനം ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് നിമിഷങ്ങൾ അങ്ങയുടെ ജീവിതത്തിലുണ്ടല്ലോ. കൊറിയൻ യാത്രയിൽ സഭാ കൗൺസിൽ, വളരെ ശക്തമായ സഭകളുടെ കൗൺസിലിൽ അങ്ങ് ചെയ്ത പ്രസംഗങ്ങൾ, ആ അനുഭവങ്ങൾ ഒന്ന് വിവരിക്കാവോ? 2 വർഷം മുമ്പ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് WCC അതിൻ്റെ ജനറൽ അസംബ്ലി സൗത്ത് കൊറിയയിലെ ബുസാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. എല്ലാ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള സഭാ നേതാക്കന്മാർ, ലോകത്തിലെ എല്ലാ സഭകളുടെയും നേതാക്കന്മാർ, ഈവൻ പെൻറ്റിക്കോസ്റ്റൽ ചർച്ചസിൻ്റെ നേതാക്കന്മാർ, കാത്തലിക് ചർച്ച് അതിൽ ഒബ്സർവറാണ്, എല്ലാവരും വന്നു. ഞാൻ അവിടെ പോയത് YMCA പ്രതിനിധീകരിച്ചാണ്. YMCAയുടെ ബഹ്റിൻ YMCAയുടെ പ്രസിഡൻ്റാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ആ ഇതിലാണ് പോയത്. അവിടെ പോയപ്പോൾ എനിക്ക് അവർ ഒരു അവസരം തന്നത്, ഒരു പേപ്പർ അവിടെ പ്രസൻറ്റ് ചെയ്യണം. റൈറ്റ്സ് ഓഫ് മൈഗ്രൻ്റ് വർക്കേഴ്സ് ഇൻ ദ ഗൾഫ്, ഗൾഫിൽ കുടിയേറി പാർത്തിരിക്കുന്ന ജനങ്ങളുടെ, എക്സ്പാട്രിയേറ്റ്സിൻ്റെ, മൈഗ്രൻ്റ് ആയിട്ടുള്ള അവരുടെ അവകാശങ്ങളെ പറ്റി ഒരു പ്രസംഗം നടത്താൻ ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ അവിടെയും എനിക്ക് ദൈവത്തെപ്പറ്റി പറയുവാൻ അവസരം കിട്ടി. കാരണം മറ്റൊരു ഗൾഫ് രാജ്യത്തിലും ഇല്ലാത്ത സ്വാതന്ത്ര്യം ബഹ്റിനിൽ അനുഭവിക്കുന്നുണ്ട്. അവിടുത്തെ രാജാവായാലും പ്രധാനമന്ത്രിയായാലും ക്രൗൺ പ്രിൻസ് ആയാലും ഒക്കെ നമുക്ക് ഏത് പള്ളികളിൽ ആരാധിക്കുവാൻ, ബൈബിളുമായിട്ട് നടക്കുവാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള രാജ്യത്ത് അത് പറ്റത്തില്ല. അതുകൊണ്ട് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്, പള്ളികൾക്ക് സ്ഥലം കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ഏത് മതത്തിൽപ്പെട്ടവർക്കും അവരുടെ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുവാൻ അവസരം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ബഹ്റിൻ എന്നൊക്കെ വെച്ച് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ കേട്ടു. ഞാനിപ്പോൾ ഓർക്കുന്നത്, അന്ന് എൻ്റെ അതേ സെഷനിൽ പ്രസംഗിക്കേണ്ട
മാർത്തോമാ സഭയുടെ സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് തിരുമേനി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ആ സെഷനിൽ സംസാരിച്ചത്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോയ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ഒരു വയറ് തട്ടി താഴെ വീണത്. അപ്പം ഞങ്ങളെല്ലാം കൂടി താങ്ങി പിടിച്ചു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. എൻ്റെ വളരെ സ്നേഹത്തിൽ പെട്ട മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്ത ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹം ഈയിടെ കാലം ചെയ്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് എന്തെങ്കിലും അന്നത്തെ ആ യാത്രയെപ്പറ്റി പറയാൻ കഴിയൂ. ഞാൻ ആ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ എല്ലാ സെക്ഷൻസിലും പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ലോകത്തിലെ എല്ലാ സഭകളുടെയും നേതാക്കന്മാർ, കർദിനാൾമാർ അധികം ഇല്ലെങ്കിൽ തന്നെയും മറ്റ് ഒരുപാട് സഭകളുടെ തലവന്മാരുണ്ട്. അവർ തമ്മിൽ ഒന്ന് യോജിച്ച മേഖലകൾ കണ്ടെത്തുവാനുള്ള ഒരു വേദിയാണ് WCC, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്. ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നത്, നമ്മുടെ കർത്താവ് ആഗ്രഹിച്ചത്, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ ഇവർ ഒന്നാകണമേ എന്നുള്ള കർത്താവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥന എന്നെങ്കിലും യാഥാർത്ഥ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെ സഭകൾ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുകയും അവിടെ വർഷിപ്പ് സർവീസൊക്കെ എന്ത് മനോഹരമായ പാട്ടുകൾ ഒരുമിച്ചിരുന്ന് എല്ലാ സഭകളിലെ ആൾക്കാർ ഒരുമിച്ച് കൂടി പാടുമ്പോഴേ ആ സ്തുതിക്കൊരു പ്രത്യേകം മനോഹാരിതയാണ്. ദൈവമേ ഇത് എല്ലായിടത്തും ഒന്ന് യാഥാർത്ഥ്യമായിരുന്നെങ്കിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അത് നിറവേറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു വലിയ അനുഭവമായിരുന്നു. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഓരോ സെഷൻസിലെയും ഗോഡ് ഓഫ് ലൈഫ് ലീഡേഴ്സ് ഇൻ ടു പീസ്, അതായിരുന്നു അന്നത്തെ തീമെന്നാണ് ഞങ്ങൾക്ക്. എൻ്റെ ജീവിക്കുന്ന ദൈവമേ നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കണമേ, ആ ഒരു തീമിലായിരുന്നു അവിടെ മുഴുവൻ ചർച്ചകളും നടന്നത്. അതോടൊപ്പം തന്നെ യൂണിറ്റി, ഐക്യം, ക്രിസ്തുവിൽ ഐക്യം, അത് അവിടെ വ്യക്തമായി കാണുവാൻ എനിക്ക് കഴിഞ്ഞു. അതൊരു വലിയ അനുഭവമായിരുന്നു വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്. ഇവിടെയും സഭകൾ തമ്മിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ ആ തേഴ്സ്ഡേ പ്രയർ, ബഹ്റിലെ ഏറ്റവും ആളുകൾ കൂടുന്ന തേഴ്സ്ഡേ പ്രയറിൽ അവിടെ വന്ന് പ്രസംഗിക്കാനുള്ള അപൂർവമായ ഭാഗ്യം എനിക്കും ജീവിതത്തിലുണ്ടായി. വാസ്തവത്തിൽ അങ്ങ് വഴിയാണ് ആ കാര്യങ്ങൾക്ക് ഒരു ക്രമീകരണം ഉണ്ടായത്. തേഴ്സ്ഡേ പ്രയറിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ അങ്ങ് സജീവമാണല്ലോ. അവിടെ വാസ്തവത്തിൽ സഭകളുടെ ഒരു ഐക്യം തന്നെയല്ലേ ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ ആളുകളും ഒന്നിച്ചേർന്ന് വലിയ കൂട്ടമാണല്ലോ ആ പ്രവർത്തനങ്ങൾ. കാരണം തേഴ്സ്ഡേ പ്രയർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 40 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ഫെലോഷിപ്പാണ്. എല്ലാ തേഴ്സ്ഡേയും വൈകിട്ട്, കാര്യം ഫ്രൈഡേ ആണല്ലോ അവധി, അതുകൊണ്ട് തേഴ്സ്ഡേ വൈകിട്ട് ആൾക്കാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ്. അതിൽ ഈ ഒരു ഇൻ്റർ ഡിനോമിനേഷനാണ്, പല സഭകളിൽപ്പെട്ടവർ ഒരുമിച്ച് കൂടുന്ന ഒരു അനുഭവം. കൂടുതൽ എപ്പിസ്കോപ്പൽ ചർച്ചസിലെ ആൾക്കാരാണ് വരുന്നത്. അപൂർവമായിട്ട് മറ്റ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസിലെ ആൾക്കാർ വരാറുണ്ട്. പക്ഷെ അവിടെ എല്ലാ സഭയിൽ നിന്നപ്പെട്ടവർ വരുമ്പോഴും അവിടെ പ്രസംഗിക്കാൻ അവർ അവസരം കൊടുക്കാറുണ്ട്. അങ്ങനെ കൂടുതൽ ദൈവവചനം കേൾക്കാനുള്ള അവസരം ഞങ്ങൾക്കൊക്കെ കൈവരാറുണ്ട്. അത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് ആ ശുശ്രൂഷ അവിടെ വളരെ നന്നായിട്ട് നടക്കും. കാരണം കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കുന്നത് അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണല്ലോ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ യേശു തന്നെ പറഞ്ഞല്ലോ, രോഗിയായി കിടക്കുന്നവരെ സന്ദർശിക്കണം. അപ്പോൾ രോഗികൾക്കിടയിൽ ഒരു പ്രകാശമായി വെളിച്ചമായി തീരുന്നത് ഏറ്റവും മനോഹരമായ കാര്യമാണല്ലോ. എങ്ങനെയാണ് അങ്ങയ്ക്ക് ബഹ്റിൻ പ്രധാനമന്ത്രി അവാർഡ് സമ്മാനിച്ചത്? അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് കയ്യിൽ നിന്ന് അവാർഡുകൾ, ഒരുപാട് അവാർഡുകൾ അങ്ങ് വാങ്ങി കൂട്ടിയ ഒരുപാട് ന്യൂസ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ വ്യത്യസ്തമായി ഇത് സാധാരണ ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യകരമായ ഇന്ത്യൻ പ്രസിഡന്റ് കയ്യിൽ നിന്നും അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ബഹ്റിൻ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നൊക്കെ അത് കിട്ടാനുണ്ടായ സാഹചര്യങ്ങളും വഴികളും എന്തായിരുന്നു? അതും ഒരു ദൈവകൃപ മാത്രം, ദൈവം തരുന്നൊരു അംഗീകാരം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പ്രവാസി ഭാരതീയ സമ്മാൻ, അതായത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്, ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് പ്രവാസി ഭാരതീയ സമ്മാൻ. അത് എല്ലാ വർഷവും ജനുവരി 7, 8, 9 പ്രവാസി ഭാരതീയ ദിവസ് നടക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഈ അവാർഡ് നൽകുന്നത് ഇന്ത്യയുടെ പ്രസിഡൻറ്റുമാണ്. ഓരോ വർഷവും അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും 12 മുതൽ 13, 14 ആൾക്കാരെ തിരഞ്ഞെടുക്കും, മാക്സിമം 15 പേര്. അപ്പം അത് അത്ര വലിയ അവാർഡായതുകൊണ്ട് അവർ വളരെ സൂക്ഷിച്ച് വളരെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്.
എനിക്ക് ദൈവകൃപ കൊണ്ട് എന്നെ 2009 അത് റിസീവ് ചെയ്യാൻ തിരഞ്ഞെടുത്തു. ചെന്നൈയിൽ വെച്ചാണ് അന്ന് പ്രവാസി ഭാരത് ദിവസം നടന്നത്. അന്നത്തെ പ്രസിഡൻ്റായിരുന്ന മിസ്സസ് പ്രതിഭ പട്ടേലിൻ്റെ നിന്നാണ് ഞാനത് വാങ്ങിച്ചത്. ഒരു ജാനുവരി 9-ാം തീയതി. അത് വലിയ ദൈവകൃപയായിട്ട്, ഒരു കരുണയായിട്ട് ദൈവം തന്ന വലിയ ഒരു ദാനമായിട്ട് ഞാനത് കണക്കാക്കിയാണ്. അതുകൊണ്ട് അത് ഇങ്ങനെയുള്ള അവാർഡുകൾ നമ്മളെ കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ബഹ്റിൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് മീഡിയ പയനിയർ എന്നുള്ള അവാർഡാണ് കിട്ടിയത്. അത് ഞാൻ ഇത്രയും വർഷം ബഹ്റിനിൽ പ്രവർത്തിച്ച 37 വർഷമായി ബഹ്റിനിൽ പത്രപ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അതിന് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ടാണ് ബഹ്റിൻ്റെ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയിൽ നിന്ന് ആ അവാർഡ് 2 വർഷം മുമ്പ് വാങ്ങുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. ഇതെല്ലാം അനേക അവാർഡുകളുടെ കൂട്ടത്തിൽ 2 അവാർഡുകൾ വളരെ വിലപ്പെട്ട അവാർഡുകളാണ്. പക്ഷേ ദൈവം തരുന്ന അവാർഡിനേക്കാളും വലിയൊരു അവാർഡില്ലല്ലോ. ഇല്ല. രക്ഷയുടെ സന്തോഷം ജീവിതത്തിൽ അനുഭവമായപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എങ്ങനെയൊക്കെ പകരാൻ സാധിച്ചിട്ടുണ്ട്? അതേക്കുറിച്ച് രക്ഷയിലേക്ക് വന്ന അനുഭവങ്ങളൊക്കെ ഒന്ന് വിവരിക്കാമോ? അത് വിവരിക്കാൻ തുടങ്ങിയ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ. കാരണം പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചോളം നമ്മൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആണല്ലോ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നതും ഈ സുവിശേഷ പ്രസംഗം കേൾക്കുവാനും അല്ലെങ്കിൽ പ്രസംഗിക്കാനൊക്കെ പോകുന്നത്. പക്ഷേ ഈയിടെ ഞാൻ വായിച്ച ഒരു വലിയ സത്യം, എ പാർട്ട് ടൈം ക്രിസ്ത്യൻ കനോട്ട് ഡിഫീറ്റ് എ ഫുൾ ടൈം ഡെവിൾ. മനസ്സിലായില്ലേ? നമ്മളൊക്കെ പാർട്ട് ടൈം ക്രിസ്ത്യാനികളാണ്. പക്ഷേ ഈ പിശാചെന്ന് പറഞ്ഞ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ആളാണ്. അയാളെ ബീറ്റ് ചെയ്യാൻ ഈ പാർട്ട് ടൈം പരിപാടി കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തിയിൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പലപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷയുടെ സന്ദേശം, രക്ഷ നമുക്ക് തന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാനൊക്കെ ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിൽ തന്നത് ഞാൻ കാണുന്നത് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് ആ രക്ഷയുടെ സന്ദേശം നമ്മൾ പ്രാവർത്തികമാക്കുന്നുള്ളതാണ്. നമ്മൾ വെറുതെ പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ വ്യക്തമായിട്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണ് എന്ന് ബലമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ വെറുതെ കുറേ പ്രസംഗം നടത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല. വേദനിക്കുന്നതിൻ്റെ മുമ്പിൽ ചെന്ന് പ്രസംഗം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ വേദന കറ്റുവാൻ വിശക്കുന്നതിൻ്റെ മുമ്പിൽ നമ്മൾ അപ്പമായിട്ട് ചെല്ലണം. അതാ കർത്താവ് നമുക്ക് തന്ന ആ ഒരു ദൗത്യം. അത് ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണത്. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും അത് ചെയ്യണമെന്ന് ഞാൻ ബലമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ വളരെ വേദനയോടുകൂടി പറയട്ടെ, നമ്മൾ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന രംഗത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ വേദനിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പണ്ടൊക്കെ ഞാൻ എൻ്റെ പത്രത്തിൽ കൂടിയൊക്കെ അപ്പീൽ നൽകുമായിരുന്നു. ഒരാൾ കിഡ്നി 2 മാറ്റിവെക്കാൻ നിവൃത്തിയില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, സഹായിക്കണം. ഡെഡ് ബോഡി മോർച്ചറി കിടക്കുന്നു, അതയക്കണം, സഹായം വേണം. ഏറ്റവും കുറച്ച് സഹായം കിട്ടുന്ന ക്രിസ്ത്യാനികളിൽ നിന്നാണ്. വളരെ വേദനയോട് ഞാൻ പറയുന്നത്. മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർ നന്നായിട്ട് സഹകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? എൻ്റെ കർത്താവ് കാണിച്ച ആ മാതൃക, വേദനിക്കുന്നതിൻ്റെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവിൻ്റെ മാതൃക ഡിസൈപ്പിൾസ് എന്ന് അവകാശപ്പെടുന്ന നമുക്ക് ഇതെന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് പലപ്പോഴും വേദനയോടുകൂടി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഏതെങ്കിലും സഭയിൽപ്പെട്ടവരാണെങ്കിൽ ആ സഭയിലെ അംഗങ്ങളെ മാത്രം സഹായിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ശരിയാണോ എന്ന് വളരെ ഉറക്കെ ചിന്തിക്കേണ്ട സമയമാണ്. ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ പദവിയല്ലേ ഇത്. അതുകൊണ്ട് അത് നമുക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്ന കമ്മിറ്റഡാണ്, ഞങ്ങളുടെ ഇടയിൽ മാത്രമേ ഞങ്ങൾ പ്രവർത്തിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ തന്നെ ഞങ്ങൾക്ക് തികയുന്നില്ല എന്ന് പറയരുത്. നിങ്ങളുടെ കൈ ഒന്ന് തുറന്നേ. പലപ്പോഴും ഈ കൈ അടച്ചു വെച്ചിരിക്കുന്ന പലരെയും നമുക്കറിയാം. അവർ തുറക്കുകയാണെങ്കിൽ തന്നെ അവരുടെ കുറച്ച് പേർക്ക് മാത്രം കൊടുക്കുന്ന, എല്ലാവരെയും മനുഷ്യരായിട്ട് കാണുന്ന, സഹായിക്കുന്ന എങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സന്ദേശം, ദൗത്യം അവരിൽ എത്തിച്ചു കൊടുക്കുവാനും ഈ ഒരു നല്ല ക്രിസ്ത്യാനാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനും കഴിയുള്ളൂ എന്ന് ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ വലിയ ബിസിനസ്സുകാരനൊന്നുമില്ല, ഞാനൊരു പത്രപ്രവർത്തകനാണ്. ആ പത്രത്തിൽ കൂടി എഴുതി മറ്റുള്ളവരെ സഹായിക്കാനും, നമുക്ക് ദൈവം തന്നിരിക്കുന്ന എളിയ സ്വാധീനം ഉപയോഗിച്ച് വേദനിക്കുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, വിഷമിക്കുന്നവരെ ഓടിയെത്തി സഹായിക്കാനും ഒക്കെ ദൈവം എനിക്ക് അവസരം തരുന്നുണ്ട്. പക്ഷേ പണമുള്ളവർ, ധാരാളമുള്ളവർ കൈ തുറന്ന് സംഭാവന ചെയ്ത് ഈ പാവപ്പെട്ടവൻ്റെ പ്രയാസങ്ങളിൽ പങ്കാളികളാകണം, അവരെ അതിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തണമെന്ന് ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നതാണ്. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്.
എൻ്റെ ഭാര്യ ഷേർലി ഓയിൽ ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുറിയന്നൂർ ആണ് സ്വന്തം വീട്, പക്ഷെ കൊച്ചിയിലാണ് വളർന്നതൊക്കെ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും എല്ലാം കാരണം എൻ്റെ ഭാര്യയാണ്. എന്നോടൊപ്പം എപ്പോഴും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥനയ്ക്കായാലും എല്ലായിടത്തും കൂടെ വരുന്ന, എനിക്ക് എല്ലാ ആവശ്യത്തിനും ശക്തി തരുന്ന എൻ്റെ ഭാര്യ ഷേർലി. ദൈവം തന്ന 2 മക്കൾ, നിഷ മോളും സുഷ മോളും. അതുപോലെ തന്നെ ദൈവം തന്ന 2 മരുമക്കൾ, എബിമോനും സോളുമോനും. അവർ നിഷയും എബിയും ബഹ്റൈനിലാണ്. 2 പേരും. നിഷ ജോലി ചെയ്യുന്നു, മോൻ ഒരു ബിസിനസ് നടത്തുന്നു. പിന്നെ സുഷമോള് അവൾ മീഡിയ ലൈനിലാണ്. നിഷമോൾ അമേരിക്കയിലാണ് 7 വർഷം പഠിച്ചത്. സുഷമോൾ ലണ്ടനിലായിരുന്നു, ബ്രോഡ്കാസ്റ്റിങ്ങിലാണ് അവൾ MA എടുത്ത്. അവൾ CNN IBNലൊക്കെ ജോലി ചെയ്തിട്ട് ഇപ്പോൾ ദോഹയിലെ ഒരു മീഡിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. മരുമോൻ സോളമന്, ആ മോന് പാസ്റ്റർ KJ കുര്യാക്കോസിൻ്റെ മകനാണ്, അമേരിക്കയിലുള്ള. ആ മോന് ഖത്താർ എയർവേസിൽ റിക്രൂട്ട്മെൻറ്റ് സ്പെഷ്യലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് അവരുടെ ജോലിയേക്കാളൊക്കെ ഉപരി എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ദൈവത്തെ അറിഞ്ഞ മക്കളാണ് 4 പേരും. അവരിൽ കൂടെയാണ് ഞാൻ കൂടുതൽ ദൈവത്തെ അറിയാൻ എനിക്കും ഷേർലിക്കും കൂടുതൽ അവസരം കിട്ടിയത്. എൻ്റെ മക്കൾ അതുപോലെ പ്രാർത്ഥിക്കുന്ന മക്കളാണ്, ഒരുപാട് സ്പിരിച്വലി എൻലൈറ്റൻഡായ മക്കളാണ്. അതുപോലെ മരുമക്കളും. അപ്പം ഒരുപാട് പ്രാർത്ഥിക്കുന്ന മക്കളും മരുമക്കളും ഉള്ള അനുഗ്രഹിക്കപ്പെട്ട, ഒരുപാട് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭാര്യ, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ദൈവം എനിക്ക് തന്നത്. അവരുടെ പ്രാർത്ഥനയും കൂടെയാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നത്. പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സന്ദേശം പങ്കിടാവോ? ഈ പറഞ്ഞത് തന്നെ എൻ്റെ സന്ദേശം. ദൈവം തരുന്ന അവസരങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഉപയോഗിക്കുക. ഓരോ ദിവസവും നമുക്ക് ബലപ്പെട്ടതാകുന്നു. ലുക്ക് ബാക്ക് ആൻഡ് താങ്ക് ഗോഡ്. ലുക്ക് അഹെഡ് ആൻഡ് ട്രസ്റ്റ് ഗോഡ്. ലുക്ക് അറൗണ്ട് ആൻഡ് സെർവ് ഗോഡ്. ലുക്ക് വിത്തിൻ ആൻഡ് ഫൈൻഡ് ഗോഡ്. പുറമോട്ട് തിരിഞ്ഞ് ദൈവത്തെ നന്ദി പറയുക. മുമ്പോട്ട് നോക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ ദൈവം തരും. അപ്പം പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് പ്രത്യാശയോട് മുന്നോട്ട് നീങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കും. കാര്യം കർത്താവിന് നമ്മളെപ്പറ്റി ഓരോരുത്തരെ പറ്റിയും ഉദ്ദേശമുണ്ട്. ഇന്നലെ കഴിഞ്ഞു പോയതിനെപ്പറ്റി വിഷമിക്കേണ്ട. യെസ്റ്റർഡേ വാസ് എൻ എക്സ്പീരിയൻസ്, ടുഡേ ഈസ് എൻ എക്സ്പെരിമെൻറ്റ്, ടുമോറോ ഈസ് എൻ എക്സ്പെക്റ്റേഷൻ. അതുകൊണ്ട് പ്രത്യാശയോടുകൂടി ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നേറുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വളരെ തിരക്കുകളുടെ നടുവിൽ ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. കർത്താവ് ധാരാളം അനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും ദാനം ചെയ്തു. താങ്ക് യു സർ. മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് നയിക്കാൻ പ്രാർത്ഥന അരൂപിയാൽ നിറയപ്പെട്ട ഒരു ജീവിതം നമുക്ക് നയിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മുടെ മേൽ വാഴുമാറാകട്ടെ.